എല്ലാ വർഷവും ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല വൃത്തിയുള്ള നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ച് നല്ല വൃത്തിയായിട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം. എന്നാൽ എങ്ങനെയാണ് എഫക്റ്റീവ്ലി ഈ നോട്ട് ഉണ്ടാക്കേണ്ടത്? വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, പരീക്ഷയ്ക്ക് ആക്ച്വലി പഠിച്ച് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നോട്ട് ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ് പലർക്കും അറിയാത്തത്. എക്സാക്ട്ലി അതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനെ നോട്ട് ഉണ്ടാക്കണം എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് പല പല കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമിനറിൻ്റെ ക്ലാസ് കാണുന്നതാണെങ്കിൽ എക്സാമിനറിൻ്റെ ക്ലാസിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഈ PDF രൂപത്തിൽ. അതുകൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അപ്പോൾ അതിലും കുറേ നോട്ടും കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾ സ്കൂളിൽ നിന്ന് എഴുതുന്ന നോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട് ഉണ്ടാവും, അതിലും വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് മാത്രമല്ല, നിങ്ങൾ വേറെ ഗൈഡ് വല്ലതും ഫോളോ ചെയ്യുന്നുണ്ട്, അതിലും ഉണ്ടാവും കുറേ നോട്ടും കുറേ ചോദ്യങ്ങളും. ഈ എല്ലാ കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ കുഴപ്പമില്ല സെപ്പറേറ്റ് വെക്കാൻ. പക്ഷേ അവസാനം പരീക്ഷയാകുമ്പം നിങ്ങൾ ഏതെന്ന് പഠിക്കും? എല്ലാത്തും നിങ്ങൾ മാറി മാറി പഠിക്കുമോ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമാണ് പഠിക്കാൻ പോകുന്നത്? അപ്പോൾ അത് വലിയ പ്രശ്നമായിരിക്കും. കാരണം എല്ലാത്തിനും മാറി മാറി പഠിക്കുകയാണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതേസമയം ഒരെണ്ണം മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ നോട്ട്ബുക്കിന് ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഈ 4 കാര്യങ്ങളിലെയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് വെക്കണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള സാധനം, ആ ഒരു സാധനമാണ് നിങ്ങളുടെ നോട്ട്ബുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതാണ് ഇതിൻ്റെ ബേസിക് ലോജിക്ക്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആസ് എ ഫാക്ട് 90% ടോപ്പേഴ്സും മാക്സിമം അടിപൊളിയായിട്ട് അവർ നോട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. ഇതിൻ്റെ നേരെ തിരിച്ചും ശരിയല്ല. നോട്ട് ഉണ്ടാക്കുന്ന എല്ലാവരും ടോപ്പേഴ്സ് ആവുന്നുണ്ടോ? ഒബ്വിയസ്ലി ഇല്ല. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ ടോപ്പേഴ്സൊക്കെ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും ഉണ്ടാക്കുക. ഭംഗി കൂട്ടിയിട്ടൊന്നല്ല അവർ നോട്ട് ഉണ്ടാക്കുക പൊതുവേ, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. ആ ബേസിക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വീഡിയോയുടെ അവസാനത്തേക്കായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ കാണാം. അതിന് മുൻപ് നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ നോട്ട് വൃത്തിയായിരിക്കും, മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് വിത്ത് ക്ലാസ് നോട്ട്സ്. അതായത് നിങ്ങളുടെ സ്കൂളിലെടുത്ത നോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനറിൻ്റെ ക്ലാസ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നോട്ട്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഏതാണ് ഫിക്സ് ചെയ്യേണ്ടത് സാർ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ ഫിക്സ് ചെയ്യാം. അത് നിങ്ങളുടെ മെയിൻ മെറ്റീരിയലാക്കാം. എക്സാമിനറിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂസ് ചെയ്യാതെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് പ്രിൻ്റ് എടുക്കാം. പക്ഷേ ബെറ്റർ രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യം അവസാനം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. സാർ സ്കൂളിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ? സ്കൂളിൻ്റെ നോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിൽ ഇരുന്ന് നോട്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, നിങ്ങൾ ആ നോട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ മിക്ക കുട്ടികൾക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഒന്നെങ്കിൽ പിന്നീട് നോട്ട് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓൾറെഡി ഒരു റഫ് നോട്ട് സ്കൂളിൽ നിന്ന് എഴുതുമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് 1 മെറ്റീരിയൽ. പ്രിഫേർഡ് ഞാൻ എക്സാമിനറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയാം. കാരണം ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ടീച്ചർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. പവർ പോയിന്റിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ തന്നെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നോട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. സ്കൂളിൽ അങ്ങനത്തെ ഫെസിലിറ്റി പൊതുവേ ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം. പക്ഷേ അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ടാവണം, എക്സാമിനറുള്ള സ്കൂള്, അത് വെച്ചിട്ട് വേണം നിങ്ങളുടെ പ്രൈമറി നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി? രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളുടെ എക്സ്ട്രാ പോയിന്റ്സും ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? രണ്ടാമത്തെ ബുക്കിൽ നിന്ന് ആഡ് ചെയ്യണം. ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമിനറിൻ്റെ നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ നോട്ട് ഉണ്ടാവില്ലേ, അല്ല അവിടുത്തെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ടാവില്ലേ, അവിടെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യങ്ങളെങ്കിലും ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സാമിനറിൻ്റെ വെച്ചിട്ടുണ്ടാക്കിയ നോട്ടില്ലേ, അതിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സ്ഥലവും വിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ ടോപ്പിക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് സ്ഥലം വിട്ടോ, ഒരു കുഴപ്പമില്ല. സാർ എല്ലാം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം ഉപയോഗിക്കാൻ വേണ്ടിയൊരു മാർഗ്ഗമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അത് നിങ്ങൾ ആഡ് ചെയ്യണം. നിങ്ങൾ സ്കൂളിലെ വെച്ചിട്ടാണ് നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്, എക്സാമിനറിൽ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 2 നോട്ടും കൂടെ ഒരുമിച്ച് 2 കാര്യങ്ങളുണ്ട്. എന്നാൽ ഓവർലാപ്പ് ഇല്ല, എക്സ്ട്രാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബേസിക് നോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ ചാപ്റ്ററിന് ശേഷം ഒരു 10 പേജെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, വിടണം. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ അപ്പം തന്നെ തുടങ്ങരുത്. നോട്ട് ഒരു 10 പേജ്, ഞാൻ പറയുകയാണ് ഒരു 15 പേജ് നിങ്ങൾ വിട്ടോ. അതെന്തിനാണ് സാർ അത് വിടേണ്ട ആവശ്യം? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ അക്കാഡമിക് ഇയർ അല്ല. നിങ്ങൾ നാളെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കൊള്ളാലോ, ഇത് ഞാൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ ആ സാധനം എഴുതാൻ സ്ഥലം വേണ്ടേ? അപ്പോൾ നിങ്ങൾ എവിടെ പോയി എഴുതും? സ്ഥലം വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ നോട്ട്ബുക്ക് തപ്പേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എവിടെ പോയി എഴുതേണ്ടി വരും. അതൊരു കാര്യം. നിങ്ങൾ നാളെ ഒരു ഗൈഡ് വായിക്കണം, അപ്പോൾ അതിലെന്തോ ഒരു സാധനം കണ്ടു, ഇത് എൻ്റെ നോട്ട്ബുക്കിലില്ല, അല്ലെ അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്,
അത് ഞാൻ ഇതിലിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ ഇടണം. അല്ലെങ്കിൽ ഡയഗ്രാം എന്തെങ്കിലും ഉണ്ട് അത് നിങ്ങൾ അപ്പോൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി സ്ഥലം വെച്ച് കൊടുക്കുക. ഓക്കെ, ഒരു 10 പേജെങ്കിലും മിനിമം വെക്കാം ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യമാണ്, നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ എക്സാമിനറിനെ വെച്ചിട്ടാണ് നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ എക്സാമിനർ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ബേസിക് കാര്യം. പക്ഷേ നിങ്ങൾ പരീക്ഷയുടെ അവസാനം വരെ നിങ്ങൾ എക്സാമിനറിൻ്റെ ക്ലാസ്സിലെ നോട്ടിലെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ച ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങൾ ചെയ്യാം. ഗൈഡിലെ ചോദ്യങ്ങളുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെയ്തു പോകാൻ മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ ആക്ച്വലി നോട്ട്ബുക്കിലേക്ക് ഇടണം. കാരണം റിവൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യണ്ടേ. PYQ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ആ PYQ നിങ്ങൾക്ക് നാളെ പരീക്ഷയുടെ മുമ്പ് റിവൈസ് ചെയ്യണ്ടേ. അപ്പോൾ എവിടുന്ന് റിവൈസ് ചെയ്യും? പോയി PDF ഉപയോഗിക്കുമോ പരീക്ഷയുടെ തലേന്ന്? ഇല്ല, അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തണം. അത് പകർത്താൻ വേണ്ടിയിട്ട് ഈ മെയിൻ നോട്ട്ബുക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നടക്കില്ല, ഈ 10 പേജും മതിയാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്ക് വെക്കണം. അപ്പോൾ ഫിസിക്സിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട്സ് എഴുതാൻ വേണ്ടി ഒരു ബുക്ക് വെക്കുക. അതേസമയം ഫിസിക്സിൻ്റെ തന്നെ ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി ആൻസർ എഴുതി, ക്വസ്റ്റ്യൻസ് എഴുതി ആൻസർ എഴുതി, അങ്ങനെ പോകാൻ വേണ്ടി വേറൊരു ബുക്ക് വെക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് പിന്നീട് നിങ്ങളുടെ പരീക്ഷയുടെ തലേന്ന് നിങ്ങൾക്ക് ആക്ച്വൽ നോട്ട്സ് ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ബുക്ക് എടുക്കുക, റിവൈസ് ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എഴുതിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നില്ല ഇത്രയൊക്കെ പ്രശ്നത്തിന് ആവശ്യമുണ്ടോ, അത്ര വലിയ സംഭവമാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പരീക്ഷയുടെ അടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ നിങ്ങളുടെ മെയിൻ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്ഥലമില്ല എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് വെക്കുക. ആ ക്വസ്റ്റ്യൻ ബുക്കിൽ എന്താ ചെയ്യേണ്ടത്, എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് മെയിൻ നോട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത ചോദ്യങ്ങൾ, PYQലെ ചോദ്യങ്ങൾ, എക്സാമിനറിൽ പഠിക്കുന്നതാണ് വർക്ക്ഷീറ്റിലെ ചോദ്യങ്ങൾ, പിന്നെ +1 +2 പഠിക്കുന്നതാണ് CBSE ആണ്, CBSE കോർണറിലെ ചോദ്യങ്ങൾ, NCERT സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ +1 +2 ബാച്ചിന് തരുന്നുണ്ട്. SSLCയും താഴേക്കാണ് ടെക്സ്റ്റ് ബുക്കിലെ ലേറ്റസ്റ്റ് SSLCയിലെ ചോദ്യങ്ങൾ, അത് നമ്മുടെ ബാച്ചിൽ വീഡിയോ സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ ബുക്കിലാണ്. അപ്പോൾ അതിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഒരു ചാപ്റ്റർ എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ അടുത്തുണ്ട്. PYQ ഉണ്ട്, അല്ലാത്തതുണ്ട്, എല്ലാം ഉണ്ട്. സ്കൂളിലെ ചോദ്യങ്ങളുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അടിപൊളി ഐഡിയ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കണ്ടൻസ് പേജ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നോവലോ അങ്ങനത്തെ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടൻസ് പേജ് ഉണ്ട്. ചാപ്റ്റർ 1 ഏത് പേജ്, ചാപ്റ്റർ 2 ഏത് പേജ്, അതിൻ്റെ സബ് ടോപ്പിക്സും ചിലർ കൊടുക്കാറുണ്ട്. നല്ലൊരു ഐഡിയ ആയിരിക്കും. ഈ നല്ല ജയിലും നീറ്റിലേക്ക് വരുന്ന ടോപ്പേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. സാർ ഇത് ചെയ്തിട്ട് എന്താ കാര്യം? നാളെ നിങ്ങൾക്ക് മേ ബി ഇങ്ങനെ എഴുതി വരുമ്പോൾ ചിലപ്പോൾ 1, 2, 3 നോട്ട്ബുക്കൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരു സബ്ജക്റ്റിന്. അപ്പോൾ ഓരോ ചാപ്റ്ററും അല്ലെ ഓരോ ടോപ്പിക്ക് എവിടെയാണെന്ന് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പ്രത്യേകിച്ച് പരീക്ഷയുടെ തലേന്നൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ കണ്ടൻസ് പേജ് ഉണ്ട്, പണി ഇത് സോൾവ് ആയില്ലേ? കണ്ടൻസ് പേജിൽ അറ്റ്ലീസ്റ്റ് ചാപ്റ്ററിനെ ഇങ്ങനെ സ്റ്റാർട്ടിങ് കൊടുക്കുക, അപ്പോൾ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നീണ്ട് പുറത്തേക്ക് ഇങ്ങനെ വലിയ നിൽക്കുന്ന ഒരു സാധനമില്ല, അത് കൊടുത്താലും മതി. ബുക്കിൻ്റെ അത് കുറച്ച് ഓവറാണ്, എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. മാത്രമല്ല കണ്ടൻസും കൂടെ കൊടുത്താണ്, അതായത് സബ് ടോപ്പിക്സും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക സബ് ടോപ്പിക് മാത്രമാണ് ബയോളജീൻ്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ റിവൈസ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഫ്രിക്ഷനും കുറഞ്ഞു കിട്ടും. മറ്റേത് നിങ്ങളിങ്ങനെ ബുക്ക് എടുത്ത് എവിടെയാണോ എനിക്കറിയില്ല നോട്ട് എവിടെയാണ്, നമ്മൾ പഠിക്കില്ല. മറ്റേത് ഇവിടെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഫ്രിക്ഷൻ ഭയങ്കര കുറഞ്ഞു കിട്ടും, ഈസി ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് തുറന്ന് പഠിക്കാൻ തോന്നും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ സിമ്പിൾ ഐഡിയ ആണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. ലാസ്റ്റ് കാര്യം, നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിൻ്റെ കാര്യം. അതായത് ഇതുപോലത്തെ ഷോർട്ട് നോട്ട്സ്, ഒരു ചാപ്റ്റർ മുഴുവൻ നിങ്ങളൊരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു സാധാരണ പേപ്പറിലോ ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടി അത് നിങ്ങൾ ചെയ്യരുത്. എപ്പോൾ ചെയ്യരുത്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഓണം എക്സാമിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് ഓണം എക്സാമിൻ്റെ മുൻപ് ചെയ്താൽ മതി, അത് ഇപ്പോഴേ ചെയ്തു തുടങ്ങരുത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഷോർട്ട് നോട്ട്സ് വെച്ച് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ A+ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് വെച്ച് പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയില്ല ഇപ്പം എന്താണ് ഈ ഷോർട്ട് നോട്ട്സിൽ ചേർക്കേണ്ടത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യം ആയിരിക്കില്ല നിങ്ങൾക്ക് പരീക്ഷ ആക്ച്വലി ആവശ്യമുള്ള കാര്യം. അതെങ്ങനെയാണ് സാർ മനസ്സിലാവുക, എപ്പോഴാണ് മനസ്സിലാവുക? അത് നിങ്ങൾ ആക്ച്വൽ നോട്ട്സ് ഉണ്ടാക്കി നിങ്ങൾ പ്രോപ്പറായി പഠിച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചാപ്റ്ററിൽ ഇതാണല്ലേ കാര്യങ്ങൾ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഓണം എക്സാമൊക്കെയാണ് പ്രിഫറബിളി അതിൻ്റെ തൊട്ട് മുൻപ്. ഇനി ഏറ്റവും ഞാൻ പറയുകയാണ് എന്താണ്, നിങ്ങൾ അപ്പോൾ പോലും ഉണ്ടാക്കണ്ട, അപ്പോഴും നിങ്ങൾ പ്രോപ്പർ നോട്ട് ഫോളോ ചെയ്താൽ മതി. പബ്ലിക് എക്സാമിൻ്റെ മുൻപാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയ ആവും എന്താണ് ഷോർട്ട് നോട്ട്സിൽ വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഒരു ചാപ്റ്ററിലെ മുഴുവൻ സാധനം ഒറ്റ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ നോട്ട് സെറ്റാണ്. ഇനി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം, ടോപ്പേഴ്സ് നോട്ട് ഉണ്ടാക്കുമ്പോൾ അവർ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടും കൂടിയാണ് അവർ ടോപ്പേഴ്സ് ആവുന്നത്. എന്താണ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ? ഫസ്റ്റ് കാര്യം,
നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊരു ക്ലാസ് ഇരുന്നു, എക്സാമിനറിനായിക്കോട്ടെ അല്ലെ സ്കൂളിലെ ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം വന്ന് നോട്ട് ഉണ്ടാക്കുകയാണോ നല്ലത്, അല്ലെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണോ? എപ്പോഴും 3-4 ദിവസം മിനിമം നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ മക്കളെ? അങ്ങനെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് റിവിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസ് നിങ്ങൾ കഴിഞ്ഞു, അന്ന് വൈകുന്നേരം തന്നെ നോട്ട് ഉണ്ടാക്കണ റിവിഷൻ ഒന്നല്ല, അത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ആരും നിങ്ങൾ വെറുതെ പകർത്തുന്നുള്ളൂ മെക്കാനിക്കലി. നേരെ മറിച്ച് നിങ്ങൾ 3-4 ഡേയ്സ് വെയിറ്റ് ചെയ്താൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മറക്കും. എന്നിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഒന്നും കൂടെ നിങ്ങളുടെ മെമ്മറിയിൽ റീഇൻഫോഴ്സ് ആണ് ചെയ്യുന്നത്, റിവിഷൻ ആണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി കാലം അത് ഓർത്തിരിക്കും. അത് കൃത്യമായി അതിൻ്റെ സയൻറ്റിഫിക് റീസൺ മനസ്സിലാക്കണം, ഈ ഒരു വീഡിയോ പോയി കാണാം നമ്മുടെ ചാനലിൽ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് റിവിഷനും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. മാത്രമല്ല അത് നിങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ മെക്കാനിക്കലി ചെയ്യരുത്. എക്സാമിനർ നോട്ട് ഞാൻ കോപ്പി അടിക്കുന്നു, ആ ഒരു പണി പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവിഷൻ ആയിരിക്കില്ല. അത് ആക്റ്റീവ്ലി ചെയ്യണം. ഈ ചോദ്യം ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു, ചിന്തിക്കുക, എന്തായിരുന്നു അറിയില്ല, നോക്കട്ടെ ആണ്ടോ പഠിച്ചു, അപ്പോൾ പഠിച്ചു ശരിക്കും. ആക്റ്റീവ്ലി ചെയ്യണം, ചിന്തിച്ചുകൊണ്ട് ചെയ്യണം, എന്നാലേ റിവിഷൻ ആവണം. അല്ലാണ്ട് വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ന് ചെയ്താലും കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മലയാളത്തിൽ കൊടുക്കുക, നിങ്ങളുടെ മദർ ടങ്ങിൽ കൊടുക്കുക. മലയാളം മദർ ടങ് ആണല്ലോ, നമ്മുടെ മദർ ടങ് മലയാളമാണല്ലോ, അപ്പോൾ അതിൽ തന്നെ കൊടുക്കുക. അതിനെ സാറിന് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ഡെഫിനിഷൻ ആയിക്കോട്ടെ, ഒരു ഫോർമുല എങ്ങനെ യൂസ് ചെയ്യണം ആയിക്കോട്ടെ, അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ എന്ത് എഴുതാൻ പറ്റണമെന്നില്ല, അപ്പോൾ മലയാളത്തിൽ എഴുതാം. ഒരു ഡെഫിനിഷൻ എഴുതി അതിൻ്റെ അർത്ഥം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് തോന്നുകയാണ്, മലയാളത്തിൽ കൂടി എഴുതി വെക്കാം. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരുമല്ലോ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറാണെങ്കിലും പറഞ്ഞു തരില്ല, അപ്പോൾ അത് മലയാളത്തിലും കൂടി എഴുതി വെക്കാം. പിന്നീട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണം. അതൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ള ആരൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതി വെച്ചോ, മലയാളം ഇംഗ്ലീഷും കമ്പൈൻ ചെയ്തിട്ട്. നെക്സ്റ്റ് കാര്യം, ഡോണ്ട് വേസ്റ്റ് ടു മച്ച്. പല കുട്ടികളും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് കണ്ടത്, അവർ നോട്ട് ഉണ്ടാക്കൽ വലിയ സംഭവമാക്കും. മനസ്സിലാക്കേണ്ട കാര്യം, ഈ നോട്ട് ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും നോട്ട് പ്രിപ്പറേഷൻ ഈസ് ഓൺലി ഒരു 20% ഓഫ് യുവർ മൊത്തം അക്കാഡമിക് ലൈഫ്. ബാക്കി 80% വരുന്നത് നിങ്ങൾ എങ്ങനെ ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നു, എത്ര ക്ലാരിറ്റി നിങ്ങൾക്കുണ്ട് കോൺസെപ്റ്റിൻ്റെ, അത് നിങ്ങൾ എത്രത്തോളം ഫ്രീക്വൻസിയിൽ റിവിഷൻ ചെയ്യുന്നു, ആ കാര്യങ്ങളാണ് കൂടുതൽ മാറ്റർ ചെയ്യുക. ഇപ്പോൾ റിവിഷൻ ചെയ്യണം, ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ നിങ്ങൾ കാണണേ, അതിൽ പറയുന്നുണ്ട്. അതാണ് 80%. 20% മാക്സിമം 20% നോട്ടുള്ളൂ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പലരും അത് ഭംഗിയാക്കാൻ വേണ്ടി കുറേ കളർ ഉപയോഗിക്കും, ഒരു നോട്ട് ഉണ്ടാക്കി അതും കൂടി വീണ്ടും ഉണ്ടാക്കും കുറച്ചുകൂടി രസമാക്കാൻ വേണ്ടിയിട്ട്, ഹൈലൈറ്റ് കുറച്ചൊക്കെ ചെയ്തോ, ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, വൃത്തിയിൽ ചെയ്തോ, പക്ഷേ സമയം അതിനു വേണ്ടി കുറേ കളയരുത്. അങ്ങനെ അത് കളഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്തോ വലിയ അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 90% ടോപ്പേഴ്സും നല്ല നോട്ട് ഉണ്ടാക്കും, പക്ഷേ നല്ല നോട്ട് ഉണ്ടാക്കുന്ന 90% ആൾക്കാരും ടോപ്പേഴ്സ് ആവാറില്ല. അതിൻ്റെ പ്രശ്നം പലരും സമയം വേസ്റ്റ് ചെയ്യും, നോട്ടിൻ്റെ പുറകെ പോയി സമയം വേസ്റ്റ് ചെയ്യും. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുക, വേണ്ട വൃത്തി കൊടുക്കുക, അത്ര മതി. നിങ്ങൾക്ക് നാളെ എടുത്ത് നോക്കുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കണം, മനസ്സിലാവണം, അത്രയും മതി. നെക്സ്റ്റ് കാര്യം, ലാസ്റ്റ് കാര്യം, ക്ലാസ്സിലിരിക്കുമ്പോൾ പ്രിഫറബിളി നിങ്ങൾ നോട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സാർ സ്കൂളിൽ ടീച്ചർ നോട്ട് അപ്പോൾ എഴുതിയില്ലെങ്കിൽ ചീത്ത പറയും, അപ്പോൾ നിങ്ങൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐഡിയലി നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന മനസ്സിലാക്കാനാണ് നോക്കേണ്ടത്, ആ കോൺസെപ്റ്റ് ഉള്ളിൽ കയറ്റാനാണ് നോക്കേണ്ടത്. നോട്ട് നിങ്ങൾക്ക് പിന്നീട് പോയി ഉണ്ടാക്കാം. നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങളുടെ തലയിൽ എന്തോ ഒരു എക്സ്ട്രാ കോൺസെപ്റ്റ് കയറാൻ പോകുന്നില്ല. ശ്രദ്ധ കൊടുക്കുക ടീച്ചറിന്. ഓക്കെ, സ്കൂളിൽ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുക. എക്സാമിനർ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ നോട്ട് അവിടെ ഉണ്ടാക്കരുത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റഫ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വെക്കണം. കാരണം ഫോർ എക്സാമ്പിൾ ഞാനൊരു മാത്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ തലേ കോൺസെപ്റ്റ് കയറില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷേ നോട്ട് ഉണ്ടാക്കണ്ട, ഹെഡിങ് കൊടുത്ത് നോട്ട് ഉണ്ടാക്കണ്ട, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം എന്നാൽ നിങ്ങൾ ചെയ്യണം. ഫിസിക്സിൽ ഡെറിവേഷൻ ആണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ അത് എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ന്യൂമറിക്കലാണ് ഞാൻ പഠിപ്പിക്കുന്നത്, എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ എന്നെക്കാളും മുൻപ് നിങ്ങൾ ട്രൈ ചെയ്യണം. അതിന് നിങ്ങൾ ബുക്ക് വേണം, അതിൻ്റെ റഫ് ആയിട്ടുള്ള നോട്ട്ബുക്ക് വെച്ചാൽ മതി. അതിൽ ഭംഗിയൊന്നും വേണ്ട, ഹെഡിങ് ഒന്നും കൊടുക്കണ്ടെന്ന്. നിങ്ങൾ അപ്പം നിങ്ങളുടെ തലയിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തലയിൽ കൂടെ ചെയ്യുക. അത് ചെയ്യാൻ പറ്റുന്നവരാണ് ബുക്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ബയോളജിയിലാണെങ്കിലും ടീച്ചർ പറയുന്ന സമയത്ത് ഇങ്ങനെ വരച്ചൊക്കെ നോക്കുക, നോട്ട് ഉണ്ടാക്കണ്ട. ബിക്കോസ് വെൻ യു ആർ മേക്കിംഗ് നോട്ട്സ് നിങ്ങൾ ആ ടീച്ചർ പറയുന്ന കാരണം വിടുകയാണ് ചെയ്യുക. പിന്നെ നോട്ട് ഉണ്ടാവും, കോൺസെപ്റ്റ് അറിയില്ല. പല കുട്ടികളും ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാണ്, ആ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഈ എക്സ്ട്രാ ടിപ്സും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോട്ട് എന്ന് പറഞ്ഞ പരിപാടി ഇനി നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യില്ല. കാരണം നോട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എക്സ്പേർട്സ് ആയിട്ടുണ്ടാവും. ഈ പറഞ്ഞ പരിപാടി നിങ്ങൾ ആക്ച്വലി പ്രാക്ടീസും കൂടി ചെയ്താൽ ഇത് നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഈ വീഡിയോ
ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഇടുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.